നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. അതെ, ചെൽസിക്കാരൻ ചാനൽ. ചെൽസി വേഴ്സസ് ലിവർപൂൾ ദയനീയമായ ഒരു വൃത്തികെട്ട തോൽവിയുടെ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മനഃപൂർവ്വം ലേറ്റ് ആക്കിയതാണ്, കാരണം എനിക്ക് ഇമ്മീഡിയറ്റ്ലി റിവ്യൂ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്റെ മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തലയിങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന സമയത്താണ് മനഃപൂർവ്വം പോസ്റ്റ് മാച്ച് ചെയ്യാത്ത. പോസ്റ്റ് മാച്ച് ഒക്കെ ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു. മനഃപൂർവ്വം പോസ്റ്റ് മാച്ച് ചെയ്യാത്ത. എനിക്കറിയാം കയറി എന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കയറി ഇറങ്ങി ട്രോൾ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാ. ഇന്നത്തെ മാച്ച് റിവ്യൂ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് സംസാരിക്കാനുള്ളത് അഫ്കോഴ്സ് മാച്ചിനെ കുറിച്ച് സംസാരിക്കണം. വി ഹാവ് ടു സ്പീക്ക് അബൌട്ട് പോച്ചറ്റിനോന്റെ ടാക്ടിക്സ്, ക്ലോപ്പിന്റെ ടാക്ടിക്സ്. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്? ഈസ് പോച്ച് ദ റൈറ്റ് കോച്ച് എന്നുള്ളൊരു ചോദ്യം. ഐ തിങ്ക് അറൌണ്ട് 80% ഓഫ് പീപ്പിൾ വോണ്ട് പോച്ച് ഔട്ട്. ഒരു 20% ആൾക്കാരുണ്ട് പോച്ചിൻ. ആ 20% ആൾക്കാരുടെ ഇസ് ദർ എനി എന്തൊരു വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഉണ്ടോ, അതോ ദാറ്റ്സ് ഇറ്റ്, വി ഷുഡ് ഹാവ് പോച്ച് ഔട്ട്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓൾ യൂട്യൂബേഴ്സ് എല്ലാവരും പോച്ച് ഔട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്വിറ്ററിൽ നോക്കുന്ന സമയത്ത് എവരിബഡി ഈസ് ലൈക്ക് ദിസ് ഇസ് ഇറ്റ്, ഐ എം ഡൺ. ഡിഫൻസിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇൻ എക്സ്പീരിയൻസ്, കോൾ പാൽമറിന്റെ ആ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈസ് ദിസ് ഓൾസോ എ പോച്ചേഴ്സ് ഫോൾട്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ വി ഹാവ് ടു ഡിസ്കസ് എ ലോട്ട്, ഇൻക്ലൂഡിംഗ് പ്ലെയർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഈ യങ് സ്ക്വാഡ് വേഴ്സസ് ഓൾഡ് സ്ക്വാഡ്, ബില്യൺ സ്ക്വാഡ് വേഴ്സസ് അക്കാഡമി പ്ലെയേഴ്സ്, ഈ പറയുന്ന ഡയലോഗുകളും നമുക്ക് കേൾക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലൈനപ്പിലേക്ക് വരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലൈനപ്പ്. ആൻഡ് ഇവിടെ പോച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സ്റ്റാർട്ട് ചെയ്ത് അതേ ലൈനപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് ഒബ്വിയസ്ലി നല്ല പെർഫോമൻസിനെ റിവാർഡ് ചെയ്യുന്നുള്ളതായിരുന്നു. എൻകുങ്കുവിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഹീസ് കമ്മിങ് ഫ്രം എൻ ഇഞ്ചുറി. ഹീസ് നോട്ട് 100% മാച്ച് ഫിറ്റ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷേ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഞ്ചോർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണി കിട്ടും. സോ എൻകുങ്കു ഇസ് ബീങ് സ്ലോലി ബീങ് ഇന്റഗ്രേറ്റഡ് ഇൻ ദ സിസ്റ്റം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബട്ട് ലൈനപ്പ് ഐ തോട്ട് ദർ വാസ് നോ ഫോൾട്ട്. സിൽവ അവൈലബിൾ ആയിരുന്നില്ല. അവൈലബിൾ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ലൈനപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ലിവർപൂൾ നൗ. ഇവിടെയാണ് ആവറേജ് ഏജ് ഓഫ് ദ പ്ലേയേഴ്സ്. ചെൽസിയുടെ ആവറേജ് ഏജ് എന്ന് വളരെ മനോഹരമായിട്ട് ആൾക്കാരെ ഡൈസെക്ട് ചെയ്തു. വാസ് സ്റ്റിൽ ലോവർ ദാൻ ലിവർപൂൾസ് ആവറേജ് ഏജ്. അപ്പോൾ ഏജിലല്ല പ്രശ്നം. എനിക്കുണ്ടായിരുന്ന ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റെഗുലർ സ്റ്റാർട്ടിംഗ് 11 ഈ സീസണിൽ എടുത്ത് നോക്കുമ്പോൾ, അവിടെ നമ്മുടെ ലിവർപൂളിന്റെ ടീം നോക്കുമ്പോൾ സാല, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്, ഡാർവിൻ ന്യൂനിയസ് ആൻഡ് സബോസ്ലൈ, ഇവര് 4 പേരും അവൈലബിൾ ആയിരുന്നല്ല. ദീസ് ആർ റെഗുലർ സ്റ്റാർട്ടിംഗ് 11 പ്ലേയേഴ്സ് ഈ സീസണിൽ. നമുക്ക് പറയാം റീസ് ജെയിംസ് അൺഅവൈലബിൾ ആണ്, സിൽവ അൺഅവൈലബിൾ ആണ്, ഫൊഫാന അൺഅവൈലബിൾ ആണ് കാലഘട്ടങ്ങളായിട്ട്, ലാവിയ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെങ്കിൽ തന്നെ നമ്മൾ കളിക്കുന്ന റെഗുലർ 11 പ്ലേയേഴ്സിൽ റീസ് ജെയിംസ് എന്തൊന്നാലും കുറെ നാളായിട്ടില്ല, ഫൊഫാന ഈ സീസണിലേ ഉണ്ടായിട്ടില്ല, സിൽവ എന്തൊന്നാലും ഈ ഒരു ഗെയിമിൽ കളിക്കണം എന്ന് ചെൽസി ഫാൻസ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് നമ്മൾ മിസ് ചെയ്തിട്ടുള്ളത്? ലാവിയ ഈ സീസൺ വന്നിട്ടും കൂടിയില്ല. പിന്നെ ആരും ഇല്ല. നമുക്ക് വേറെ പറയപ്പറ്റിയ പ്ലേയേഴ്സ് ഇല്ല. ആ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻകുങ്കു, ഹീസ് എനിവേ ഓൺ ദ ബെഞ്ച്. പിന്നെ നമുക്ക് പറയാൻ കാരണം ചുക്കോമേക്ക്, അവനും ഈ സീസൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ സീസണിൽ റെഗുലർ ആയിട്ട് കളിച്ചുകൊണ്ട് വരുന്ന 11 പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ വി ഹാഡ് അവർ റെഗുലർ 11 ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലിവർപൂൾ did not have their regular 11. That for me is a massive difference in terms of team. So അവിടെ ലിവർപൂൾ വാസ് ഷോർട്ട് ഹാൻഡഡ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ആവറേജ് ഏജ് അക്കാഡമി പ്ലേയേഴ്സ് ഒക്കെ വെറുതെ തള്ളാണ്, മീഡിയയുടെ നറേറ്റീവ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലല്ല ചാലഞ്ചസ് ലിവർപൂൾ ക്ലോപ്പിന് ഡിഡ് നോട്ട് ഹാവ് എ റെഗുലർ 11 ടു ബി പിക്ഡ് അപ്പ്. അതും വെച്ചിട്ട് കളിച്ചു. അതും പോട്ടെ, ഫൈൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർഗ്യുമെന്റിന് സേക്കിന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാലും പ്ലേയേഴ്സ് അവൈലബിൾ ആയല്ലോ എന്നുള്ളത്. ജോട്ടയും അവൈലബിൾ ആയിരുന്നില്ല. ജോട്ട റെഗുലർ 11 ഇല്ലാത്ത പ്ലേയേഴ്സില്ലെങ്കിൽ ജോട്ട ഷുവർ ഷോട്ടാണ്. ജോട്ടയും പോലെ അവൈലബിൾ ആയിരുന്നില്ല. അതും പോട്ടെ. എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്, സർപ്രൈസിംഗ് അല്ല, എനിക്ക് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാവൻബർഗ് ഇഞ്ചോർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമസിനെ റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിച്ചു എന്ന് തോന്നുന്നു. അതെ. എന്നിട്ട് നമ്മുടെ ബ്രാഡ്ലി എന്ന് പറയുമ്പോൾ ബ്രാഡ്ലിയുടെ കീഴിലായപ്പോൾ പഠിച്ചെന്ന് പറയുന്ന ഡയലോഗ്, ബ്രാഡ്ലിനെ കളിപ്പിച്ചത് സാലയുടെ പൊസിഷനിലാണ്. ടോട്ടലി ഔട്ട് ഓഫ് പൊസിഷൻ. റൈറ്റ് ബാക്കിനെ പിടിച്ചിട്ട് നീ പോയി റൈറ്റ് വിംഗിൽ കളിക്കുന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ടോട്ടലി ഔട്ട് ഓഫ് പൊസിഷൻ. ആ ഒരു സമയത്ത് ക്ലോപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് ഓഫ് റിസോഴ്സസിനെയാണ് ക്ലോപ്പ് സെലക്ട് ചെയ്യേണ്ടിട്ട് വന്നത്. ദാറ്റ് വാസ് എ സിറ്റുവേഷൻ. ആൻഡ് നമ്മൾ ഇത്രയും നാൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെൽസിക്ക് ഇഞ്ചുറീസ് ഉണ്ടായി, ലിവർപൂളിന് ഇഞ്ചുറീസ് ഉണ്ടായി. അപ്പൊ ലിവർപൂളിന് ഇഞ്ചുറി മാത്രമാണ് ആൾക്കാർ ഊതിപ്പെരിപ്പിക്കുന്നത് എന്നുള്ളത്. റിയാലിറ്റി ഞാൻ പറഞ്ഞതുപോലെ റെഗുലർ പ്ലേയേഴ്സ് സ്റ്റാർട്ടിംഗ് 11 ചെൽസി വേഴ്സസ് ലിവർപൂളിൽ പോച്ചറ്റിനോ കുഡ് പിക്ക് ദ റെഗുലർ 11, ക്ലോപ്പ് കുഡ് നോട്ട് പിക്ക് ദ റെഗുലർ 11. ആൻഡ് ഗ്രാവൻബർഗിന്റെ ഇഞ്ചുറിക്ക് ശേഷം ബ്രാഡ്ലി വാസ് കംപ്ലീറ്റ്ലി പ്ലേഡ് ഔട്ട് ഓഫ് പൊസിഷൻ. എന്നിട്ടാണ് ക്ലോപ്പ് ടീമിനെ സെറ്റ് ചെയ്തത്. എന്നിട്ട്
ആദ്യ പകുതിയിൽ 20 മിനിറ്റ് ക്രെഡിറ്റ് ടു ക്ലോപ്പ്, ഗെഗൻ പ്രസിംഗ്. പിടിച്ചോ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പണി ഉടങ്ങിക്കോ. ദിസ് ഇസ് വെർ ഐ അപ്രീഷിയേറ്റ് ദ മാൻ. പ്ലേയേഴ്സ് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ കൊടുക്കേണ്ട പണി നിങ്ങൾ കൊടുത്തോളുക. ആൻഡ് ഹി ആസ്ക്ഡ് ദ ടീം ടു ഡു ഇറ്റ്. ടീം ഡിഡ് ഇറ്റ്. ബെയർ ബോൺസ് ടീം വെച്ചിട്ട് ടീം ഡിഡ് ഇറ്റ്. ഇതിൽ കോഡി ഗാപ്കോ വാസ് നോട്ട് എക്സലന്റ്. ലൂയിസ് ഡിയാസ് വാസ് ഫാന്റാസ്റ്റിക്, ബ്രില്യന്റ്. റൈറ്റ് വിംഗിൽ നിന്ന് അറ്റാക്കിനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന്. റോബർട്ട്സൺ, വെർജിൽ വാൻ ഡൈക്ക്, കൊനാറ്റെ. ഇവിടെയാണ് എൻഡോ ഹി റോസ് അപ്പ് ടു ദാറ്റ് റോൾ ഫോർ ലിവർപൂൾ ആൻഡ് ദേ വർ ഡോമിനന്റ് ഫോർ ദ ഫസ്റ്റ് 20 minutes. നമ്മൾ ശോകം പാസിംഗ്, ശോകം ബോൾ കൺട്രോൾ, നമ്മൾ ചുമ്മാ ബോൾ കൊടുക്കുകയായിരുന്നു. ദസാസിയൊക്കെ പറഞ്ഞു എന്നാ പിടിച്ചു, നീ ബോൾ എടുത്തു, നീ വന്ന് ഗോൾ അടിക്കുന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും ലിവർപൂളിന് അങ്ങനെ ഒരു അറ്റാക്കിംഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കളിയിലേക്ക് വളരാൻ തുടങ്ങി. ആസ് യൂഷ്വൽ ചങ്കരൻ തെങ്ങെ തന്നെ വി ക്രിയേറ്റഡ് സം ചാൻസസ്. കോൾ പാൽമറിന് തൊട്ട് മുമ്പ് ആ മറ്റേ റഹീം സ്റ്റേർലിംഗിന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. റഹീം സ്റ്റേർലിംഗ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ചെക്കനെ ഇനി ഒരിക്കലും ഞാൻ പലതവണ പറഞ്ഞു അവനെ ഇനി ഒരിക്കലും കളിപ്പിക്കരുത്, മുഡ്രിക്കിനെ കളിപ്പിക്കുന്നു പറയും. പിന്നെ ഞാൻ പറയും മുഡ്രിക്കിനെ കളിപ്പിച്ചിട്ട് കാര്യമില്ല, സ്റ്റേർലിങ്ങിനെ കളിപ്പിക്കുന്നു പറയും. ഇനിയിപ്പോ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവനെ അവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവനെ ഫസ്റ്റ് ഷോട്ട് എടുത്തില്ല, അത് ഡിഫ്ലക്ട് ചെയ്തു കോൾ പാൽമറിന് കൊടുത്തു. ഈ കോൾ പാൽമർ ഷോട്ട് അടിച്ചു. നൗ കെലഹർ. ഈ കെലഹർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പിന്റെ ഒച്ചോവയാണ്, അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കിനെ ഫേസ് ചെയ്യുന്ന യാൻ സോമർ. ചെൽസിന്ന് കാണുമ്പോ കെലഹർ പറയും നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനാണ് മാനുവൽ ന്യൂയർ, ഞാനാണ് ടെർ സ്റ്റേഗൻ, ഞാനാണ് ഒലിവർ ഖാൻ എന്നും പറഞ്ഞ് ചെക്കൻ ഒരു പെർഫോമൻസ് അങ്ങോട്ട് കാണിച്ചു വെക്കുക. ഒരു ബാധ കയറിയ പോലെ ഒരു പെർഫോമൻസ് ഇവനെ കൊണ്ട് മേടാണ്. എന്താ സേവ് ചെയ്ത്, അടിപൊളി സേവ് ആയിരുന്നു. കോൾ പാൽമർ ഫിനിഷ് ചെയ്യേണ്ട ഒരു ഷോട്ട് തന്നെയായിരുന്നു, പക്ഷെ ഹി മെയ്ഡ് ഹിംസെൽഫ് ബിഗ്. ആ റിയാക്ഷൻ വാസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഒന്നും പറയാനില്ല. നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ മിസ് ചെയ്തു. രണ്ടാം പകുതി അഗൈൻ നമ്മൾ കളിക്കുന്നു ടോ ടു ടോ വിത്ത് ലിവർപൂൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നീട് പീരീഡ് ഓഫ് ടൈം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ചെൽസി. ആ 90 minutes സമയത്ത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി, കാരണം ലിവർപൂൾ വാസ് ഗെറ്റിംഗ് ടയർഡ്, പ്ലേയേഴ്സും അവൈലബിൾ ആയിരുന്നില്ല. അവസാനം ആരൊക്കെ പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലോപ്പ്. കാരണം റണ്ണിങ് ടു ദ ബെയർ ബോൺസ്. സബ്സ്റ്റിറ്റ്യൂഷനിലെ പിള്ളേരെ ആ സമയത്താണ് ഒരു കണക്കിന് ഈ പിള്ളേർ ബെഞ്ചിൽ നിന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നത്. യു ഹാവ് ടീനേജേഴ്സ് കമ്മിങ് ഓൺ ടു ദ ബെഞ്ച്. നമുക്കും ഉണ്ടായിരുന്നു ടീനേജേഴ്സ്. ദാറ്റ് ഇസ്, പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് അവിടെ അതാണ്. ഞാൻ ലിവർപൂളിനെ ഫേവർ ചെയ്യുന്നത് ദീസ് ആർ ടീനേജേഴ്സ് ഹു ഹാസ് നോട്ട് പ്ലേഡ് റെഗുലർലി ഫോർ ലിവർപൂൾ. ചെൽസിയുടെ കാര്യം അതല്ല. ദിസ് ടീം ഹാസ് പ്ലേഡ് റെഗുലർലി ഫോർ ദിസ് സീസൺ. അവിടെ വന്നു, നമ്മൾ വീണ്ടും ചാൻസ് ക്രിയേറ്റ് ചെയ്തു. കോണർ ഗാലഹറിന് ഒരു അടിപൊളി 1-on-1 ചാൻസ്, എൻസോ ഫെർണാണ്ടസിന് ഒരു ബ്യൂട്ടിഫുൾ ചാൻസ്. നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അതോടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്താണ് ഞാൻ സ്റ്റീവ് നിക്കോളിന്റെ ആണെന്ന് തോന്നുന്നു, ഞാൻ പോസ്റ്റ് മാച്ച് സ്റ്റീവ് നിക്കോളിന്റെ ആൻഡ് ഇയാനെല്ലോ വേറൊരു ഇതാണ് അവര് പറഞ്ഞ ഐ തിങ്ക് ലിവർപൂൾ ആർ ഗ്യാസ്റ്റ്. ഇവര് ചെൽസിനെ പ്രശംസിച്ച് പറയുന്ന ഞാൻ ഞെട്ടിയത് എന്ത് പറ്റി, ലിവർപൂൾ ആർ ഗ്യാസ്റ്റ്, ഇനി എന്നാൽ എക്സ്ട്രാ ടൈമിൽ ചെൽസി ആയിരിക്കും ജയിക്കാൻ പോണേ എന്ന് സ്റ്റീവ് നിക്കോൾ പറയുകയുണ്ടായിരുന്നു. ആൻഡ് ഹി പ്രൈസിങ് അല്ലെങ്കിൽ പുട്ടിങ് പോസിറ്റീവ് തോട്ട്സ് ഓൺ ചെൽസി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഐ മീൻ ഇറ്റ് വാസ് ഒബ്വിയസ്. ആ 90 minutes ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് ലിവർപൂൾ ഫാൻസ് വരെ ഒരു ഒബ്വിയസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ദിസ് ഇസ് ഇറ്റ്. കാരണം ചെൽസി വാസ് ഡോമിനേറ്റിംഗ്, ഗെയിം വാസ് ഡോമിനേറ്റിംഗ്. നൗ 2 പകുതി കഴിഞ്ഞു. പോച്ചറ്റിനോ പോയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞത് ഇതായിരിക്കും, മക്കളെ നമ്മൾ സിറ്റി ആയിട്ട് കളിച്ചു, 70 minutes നമ്മൾ ഡോമിനേറ്റ് ചെയ്തു, പക്ഷെ അവസാനത്തെ 20 minutes നമ്മൾ സിറ്റിക്ക് കളി കൊണ്ടേ കൊടുത്തു. ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ അങ്ങോട്ട് ഊർജ്ജം വന്നു. അവസാനം 20 minutes നമ്മൾ സിറ്റിക്ക് കൊടുത്തു, അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സ്ട്രാ ടൈമിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ തകർക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലേയേഴ്സ് ഇങ്ങനെ വിചാരിക്കുമ്പോൾ കോച്ച് പറഞ്ഞു, ഓർക്കുക ഇനി 30 minutes സിറ്റിക്കെതിരെ 20 minutes നമ്മൾ ഊളക്കളി കളിച്ചു, ലിവർപൂളിനെതിരെ 30 minutes നമുക്ക് ഊളക്കളി കളിക്കാം. കാരണം ഇനി ഇതിൽ കൂടുതൽ അവസരം കിട്ടില്ല, ഇതിൽ കൂടുതൽ ഊളക്കളി കളിക്കാൻ. അപ്പൊ സിറ്റിനെക്കാട്ടിലും കളിച്ച ഊളക്കളി നമുക്ക് ഇനി അടുത്ത എക്സ്ട്രാ ടൈമിൽ കളിക്കാം. ആൻഡ് ഇവിടെ മച്ചാനെ ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജർ, ഇവിടേക്കാണ് ക്ലോപ്പ്, ആൻജെ പോസ്റ്റോഗ്ലു, പെപ് ഗോർഡിയോള, പിള്ളേരെങ്കിൽ പിള്ളേർ, ഐ ആം ഗോണ പ്ലേ മൈ റോൾ. ക്ലോപ്പ് പറഞ്ഞു ഗോ ഫോർ ഇറ്റ്, ഗോ ഫോർ ദ കിൽ, ഐ വാണ്ട് ദിസ് ഗെയിം ടു ബി ഫിനിഷ്ഡ്. ആൻഡ് ദേ വെർ ദ ടീം ദാറ്റ് വാണ്ടഡ് ടു വിൻ ദിസ് ഗെയിം. കാരണം ആ എക്സ്ട്രാ ടൈമിൽ ഒരു 15 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്റെ പൊന്നോ, അവന്മാര് ഗോൾ അടിക്കാത്ത ഭാഗ്യം. അതിനിടയ്ക്ക് ഒരു ഓഫ് സൈഡിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു,
വെർജിൽ വാൻ ഡൈക്ക് എൻഡോ ഓഫ് സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്തത്. ഓക്കെ, അത് മറ്റേ 90 മിനിറ്റ്സിനുള്ളതായിരുന്നു. ഫെയർ എനഫ്. അതിനിടയ്ക്ക് ജാക്സന്റെ ഒരു ഓഫ് സൈഡ് ഉണ്ടായിരുന്നു. ഫെയർ എനഫ്. വാർ വാസ് ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ. കൈസെഡോന്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു ഗ്രാവൻബർഗിൽ. ഐ തോട്ട് ദാറ്റ് വാസ് എ റെഡ് കാർഡ്. കൈസെഡോന്റെ ചാലഞ്ചിൽ അത് എന്റെ കാലങ്ങോട്ട് ഓടിച്ചു കൈസെഡോ. ഈ കൈസെഡോനെ കുറിച്ച് മേടൻ ഈവൻ ഈ പൊട്ടങ്ങണാകാരനെ പോലെ ചില സമയത്ത് ചാലഞ്ച് കൊണ്ടുവരും. പക്ഷെ കൈസെഡോന്റെ ഗെയിം വാസ് ഗുഡ്, അതിലേക്ക് ഞാൻ വരാം ഓവറോൾ. പക്ഷെ ആ ചാലഞ്ചിൽ ഐ തോട്ട് ഇറ്റ് വാസ് എ റെഡ് കാർഡ്. ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ ഞാൻ പറയണം, ഫോർ മീ ദാറ്റ് വാസ് എ റെഡ്. എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നോക്കിയാലും പറയാം മേ ബി അല്ലോ, ബട്ട് ഫോർ മീ ഒരു വാർ സിറ്റുവേഷൻ വെച്ച് നോക്കുന്നത് റെഡ്. വെർജിൽ വാൻ ഡൈക്കിന്റെ കേസ് വന്നു, ജാക്സന്റെ ഓഫ് സൈഡ് കേസ് വന്നു. ബട്ട് ചെൽസി പോച്ചറ്റിനോ പറഞ്ഞു നമ്മൾ നല്ലോണം കളിക്കൂല. ഹി മേഡ് സം അബ്സല്യൂട്ട്ലി സ്റ്റുപ്പിഡ് ഡിസിഷൻ. ലിവർപൂൾ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർക്ക് അറ്റാക്കിംഗ് ഔട്ട്പുട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദെയർ മെയിൻ ത്രെറ്റ് വാസ് വെർജിൽ വാൻ ഡൈക്ക്. ആ വെർജിൽ വാൻ ഡൈക്കിനെ ട്രാക്ക് ചെയ്യാൻ പോലും നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് പറ്റില്ല, നമ്മുടെ കോച്ച് ഇൻസ്ട്രക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഹൊറിബിൾ ടു ദ കോർ. ഐ മീൻ നമ്മൾ 1-0 ലീഡ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യണതിൽ അർത്ഥമുണ്ട്, അത് ചെയ്തില്ല. അതിലേക്ക് ഞാൻ വരാം, കോച്ചിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. ആൻഡ് ദെൻ ആ ഫൈനൽ മൂമെന്റിൽ വെർജിൽ വാൻ ഡൈക്ക് കംസ്, സ്കോർസ് എ ബ്രില്യന്റ് ഹെഡർ. അതിനിടയ്ക്ക് ഹാർവി എലിയറ്റിന് ഒരു ചാൻസ് കിട്ടുന്നു. പെട്രോവിച്ച് വാസ് ഗുഡ് ആൻഡ് ലിവർപൂൾ ടേക്സ് ഇറ്റ്. Credit to Klopp, credit to Liverpool, credit to Virgil van Dijk for leading from the front. This is what leadership is all about. This is what coaching is all about. Fantastic. Appreciation where it is due. ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ പറയാൻ വളരെ വിഷമമുണ്ടെങ്കിലും appreciation where it is due. I think Klopp said, let's win this Carabao Cup. They won the Carabao Cup. പോച്ചറ്റിനോ പറഞ്ഞു സിറ്റിയെക്കാട്ടിൽ അവസാനം കളിച്ച് 20 മിനിറ്റിനേക്കാൾ ഊളക്കളി നമുക്ക് ലിവർപൂളിനെതിരെ അവരുടെ ഡിപ്ലീറ്റഡ് സ്ക്വാഡിൽ നിന്ന് വരുന്ന കുറെ ടീനേജേഴ്സിന്റെ അറ്റാക്കിംഗ് ഔട്ട്പുട്ടിനെതിരെ നമുക്ക് കളിക്കാൻ എന്നുള്ളത് പറഞ്ഞു. Absolute shit show. We lost the game. Now let's come to Pochettino versus Jurgen Klopp. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇവൻ ഞാനും ആദ്യമൊക്കെ പോച്ചറ്റിനെ ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുക, ഇപ്പോഴും ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ദ ചാൻസസ് ദാറ്റ് ചെൽസി ലോസ്റ്റ് ആൻഡ് ലുക്ക് അറ്റ് ദ ചാൻസസ് ഹൗ വി കൺസീഡഡ്. പിള്ളേരാണ്, ആ എക്സ്പീരിയൻസ് ഇല്ല. നേരെ മറിച്ച് ലിവർപൂളിന് വെർജിൽ വാൻ ഡൈക്ക്, കൊണാറ്റ ഉണ്ടായിരുന്നു, ലൂയിസ് ഡിയാസ് ഉണ്ടായിരുന്നു, അവരുടെ മറ്റൊരു ഗൈസ് വൺ ഓഫ് ഒക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് പറയാം ഓക്കെ ഫൈൻ ഫെയർ എനഫ് ഇറ്റ് കുഡ് ബി. ബട്ട് ഇത് റെഗുലർ ആയിട്ട് നടക്കുമ്പോൾ യു വിൽ ഹാവ് ടു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇത് റെഗുലർ ആയിട്ട് നടക്കുന്നു. നൗ ഗിവ് യു ആൻ എക്സാമ്പിൾ ഹിയർ. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടും ഈ ലിവർപൂളുമായിട്ടും നമ്മൾ ഒരുപാട് ബിൽഡപ്പിൽ നിന്ന് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഈ മിസ്റ്റേക്ക് നമ്മൾ സിറ്റിക്കെതിരെ ഉണ്ടാക്കുന്നില്ല. സോ വൈ ഇസ് ദ കേസ്? കാരണം പ്രഷർ ഇൻ പ്രസിംഗ് ഹൈ ഇന്റൻസ് ആകുമ്പോൾ നമ്മുടെ പിള്ളേർ പതറുകയാണ്. എന്തുകൊണ്ട് പതറുന്നു? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, ആ ട്രെയിനിങ് നടക്കുന്നില്ല ഗ്രൗണ്ടിൽ. നമ്മൾ ഒരു ലെവൽ വരെ നമ്മൾ ചിലപ്പോൾ പ്രസ് ചെയ്ത് കളിക്കുന്നുണ്ടാവും. പക്ഷെ ലിവർപൂൾ അന്ന് പ്രസ് ചെയ്യുന്ന പോലെയും അല്ലെങ്കിൽ അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബാധ ഇടിച്ച പോലെ നമ്മൾ പ്രസ് ചെയ്ത പോലെയും ആ രണ്ട് പ്രസ്സിങ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് പതറി. അത് പതറാനായിട്ടുള്ള ഒരു കാരണം പ്രായമാണ്. അപ്പൊ പ്രായമാകുമ്പോൾ അതിനും കൂടെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യണം. ആ ട്രെയിനിങ് ഒന്നും നടക്കുന്നില്ല. അത് നടക്കാത്തതുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സ് അണ്ടർ പ്രഷറിൽ അതിന്റെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തുന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ. പ്ലേയേഴ്സ് ആർ നോട്ട് ക്ലിയർ. ഇത്രയ്ക്ക് ഇന്റൻസ് പ്രഷർ വരുമ്പോൾ ഞാൻ എവിടെ പോയി, ഞാൻ എങ്ങനെ ബിൽഡപ്പിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡന്റിറ്റി ഇല്ല. ഇത് കുറെ നാളായിട്ട് കുറെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അംഗീകരിക്കാൻ ഇതുവരെ മടിച്ചൊരു കാര്യമാണ്. ബിക്കോസ് ഐ തോട്ട് പോച്ചറ്റിനോ വാസ് എൻ എലീറ്റ് മാനേജർ, അല്ലെങ്കിൽ ഐ തോട്ട് ഹി കുഡ് ഡു ഇറ്റ്. മേ ബി നമ്മൾ ഈ പറയുന്ന പോലെ പുള്ളിക്കാരന് കിട്ടിയ ചീട്ട് മോശമായി പോയിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കണം എന്നുള്ളത്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഐ ഡോണ്ട് തിങ്ക്. നൗ കൗണ്ടർ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് കളി ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു? അല്ലെങ്കിൽ വേറൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ കളി ജയിക്കാൻ പറ്റുമായിരുന്നു, കളി ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു? വേറൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ് ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടയെ നടക്കല്ലേ, ഇതിനൊന്നും മാറാൻ പറ്റുന്നില്ല എന്നുള്ളത്. ബട്ട് ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് ഐ എം ടെല്ലിങ് യു, ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ മേ ബി വി മൈറ്റ് നോട്ട് വിൻ എ ഗെയിം, അല്ലെങ്കിൽ മേ ബി ദ കാരബാവോ കപ്പ് ഫൈനൽ ലിവർപൂൾ അടിച്ചു തന്നെ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ കളിക്കുന്ന ഇന്റൻസിറ്റിയും കളിക്കുന്ന മെന്റാലിറ്റിയിലും ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ആ വ്യത്യാസമാണ് യുർഗൻ ക്ലോപ്പ് തന്നെ കാണിച്ചു തന്നത്. ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡ് പ്ലസ് അതിലും വലിയ ഡിപ്ലീറ്റഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ നിന്ന് ഇറക്കി വന്നിട്ട് ഹി സെഡ് ലെറ്റ്സ് പ്ലേ അവർ സ്റ്റൈൽ. ആൻചെ പോസ്റ്റെകോഗ്ലു ലെറ്റ്സ് പ്ലേ അവർ സ്റ്റൈൽ. 9 പേര് വിൽ പ്ലേ അവർ സ്റ്റൈൽ. പോച്ചറ്റിനോ നേരെ മറിച്ച് പറഞ്ഞത് ലെറ്റ്സ് നോട്ട് പ്ലേ അവർ സ്റ്റൈൽ, നമുക്ക് ഓടി ഒളിച്ച് ഇരിക്കാം. ദാറ്റ് ഫോർ മീ ഇസ് എ പ്രോബ്ലം.
ആ മെന്റാലിറ്റിയോട് എനിക്ക് വല്ലാണ്ടൊരു എതിർപ്പാണ്. നേരെ മറിച്ച് ആ 30 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ ടൈമിൽ ആ 90 മിനിറ്റ് കളിച്ച ഇന്റൻസിറ്റി നമ്മൾ ആ 30 മിനിറ്റ് നമ്മൾ കാണിച്ചു, നമ്മൾ പൊരുതി, നമ്മൾ ചാൻസ് മിസ് ചെയ്തു, എന്നിട്ട് ലിവർപൂൾ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിനെ പറയാൻ പറ്റുന്നത്. പക്ഷെ ആ 30 മിനിറ്റ് കോച്ച് പറഞ്ഞു, മക്കളെ ഞാൻ നിർത്തി, നമുക്കിനി പെനൽറ്റീസിന് വേണ്ടി കളിക്കാന്നുള്ളത്. ആൻഡ് ദാറ്റ് ഫോർ മീ ഇസ് എ സൈൻ ഓഫ് എ വെരി വെരി വീക്ക് മെന്റാലിറ്റി. നീ മെന്റാലിറ്റി വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. 20 മിനിറ്റ് സിറ്റിക്ക് കൊടുത്ത അവസരം നമ്മൾ 30 മിനിറ്റ് ലിവർപൂളിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഹോറബിൾ, ഇറ്റ്സ് എ ക്രൈം. ആ ഒരു മെന്റാലിറ്റി ഈസ് ഫോർ മീ ഈസ് എ പ്രോബ്ലം. 2, ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ കോമ്പാക്ട് ഷേപ്പ് കാണാം, കുറെ കൂടെ ബെറ്റർ ഓർഗനൈസേഷൻ കാണാം, കുറെ കൂടെ ലിങ്ക് അപ്പ് പ്ലേ നല്ലോണം കാണാം. അത് നല്ലൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ, ചുമ്മാ ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സംവൺ ഹൂസ് മോർ ടാക്ടിക്കലി അസ്റ്റ്യൂട്ട്, ഒരു ടീമിനെ എങ്ങനെ ആ വൺ ടച്ച് പാസിംഗിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ, ദാറ്റ് ഓർഗനൈസേഷൻ വിൽ ലുക്ക് ബെറ്റർ, നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് വിൽ ലുക്ക് ബെറ്റർ, നമ്മുടെ അറ്റാക്കിംഗ് ഔട്ട് യൂണിറ്റ് വിൽ ലുക്ക് ബെറ്റർ. ഇത് കുറെ നാളുകളായിട്ട് ആൾക്കാർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇതുവരെ അതിനോട് ഞാൻ യോജിക്കാത്തതിന്റെ ഒരു കാരണം, ഐ സെഡ് ലിസൺ, ദീസ് ആർ യങ്സ്റ്റേഴ്സ്, സമയം വേണം. പക്ഷെ ഇത്രയും കഴിഞ്ഞിട്ടും അതിലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാതെ പോകുമ്പോൾ പ്രോബബ്ലി ദേ ആർ റൈറ്റ് ആൻഡ് ഐ എം റോങ്. പറയാൻ കുറച്ച് വിഷമമുണ്ട്, പക്ഷെ എന്നാലും മേ ബി ദേ ആർ റൈറ്റ്. ഇത്രയും നാൾ അവർ നേരത്തെ അത് കണ്ടുപിടിച്ചു, ഞാൻ വൈകി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായ ഒരു കാര്യം കണ്ടുപിടിക്കാൻ ഞാൻ, ചിലപ്പോൾ നിങ്ങളും കണ്ടുപിടിക്കാൻ വൈകിയ കുറച്ച് ആൾക്കാർ ഈ കൂട്ടത്തിലും ഉണ്ടാവാം. അത് ചിലപ്പോൾ ഇനി കുറെ നാളും കൂടെ കഴിഞ്ഞാലേ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Maybe we might be in a better position with a striker, but the identity, the style and everything that we are doing, I think after a Liverpool game, കാണാനല്ല. സിറ്റിക്കെതിരെ നമ്മൾ നല്ലോണം കളിച്ചു, 100% agree. പക്ഷെ ഒരു അത്രയും അതിലും കൂടുതൽ ഇന്റൻസ് പ്രഷർ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് വി ആർ ക്രംപ്ലിംഗ്. ആൻഡ് ദാറ്റ് ഫോർ മീ ഇസ് എ മേജർ ഇഷ്യൂ, ഒരു മേജർ മെന്റാലിറ്റി ഇഷ്യൂ. ഇടയ്ക്കൊക്കെ ഒരു സിറ്റിക്കെതിരെ ഉള്ള ഒരു കളി നമ്മൾ പൊളിച്ചു കളിച്ചു എന്നും പറയാനുള്ള ഒരു ചെൽസി ടീം അല്ല ഇത്. ദിസ് ഇസ് എവറി ഗെയിം വി ഷുഡ് പ്ലേ അറ്റ് ദ ടോപ്പ് ലെവൽ. ലുക്ക് അറ്റ് ആർസണൽ, പ്രോപ്പർ ഗോൾ സ്കോറേഴ്സ് ഇല്ല ഇപ്പൊ അപ്പ് ഫ്രണ്ടിൽ, ദേ സ്റ്റിൽ വിന്നിംഗ് ഗെയിം. സെറ്റ് പീസിൽ അവർ ഒരുപാട് ഇംപ്രൂവ്മെന്റ് കാണിക്കണം. സെറ്റ് പീസിൽ ദേ ആർ ദ ബിഗസ്റ്റ് ത്രെറ്റ് റൈറ്റ് നൗ ഇൻ പ്രീമിയർ ലീഗ്. നമ്മളൊരു മണ്ണങ്കട്ടയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദാറ്റ് ഫോർ മീ ഇസ് ആൻ ഇഷ്യൂ. ഐ എം സോ സാഡ് ദാറ്റ് ഞാൻ ഒരു പക്ഷേ ലെറ്റ്സ് ഗിവ് പോച്ചറ്റിനോ ടൈം ആൻഡ് ഈ എതിർത്തുകൊണ്ടിരുന്ന പോയിന്റിലേക്ക് അവസാനം ഞാൻ അംഗീകരിച്ച് ഞാൻ തിരിച്ച പോയിന്റിലേക്ക് വരികയാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എവിഡന്റ്. ഈവൻ ഐ എം റോങ്. ഞാനും ചിലപ്പോൾ ബയസ്ഡ് ആയിരുന്നിട്ടുണ്ടാവാം. പോച്ചറ്റിനോനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരൻ പറയണത് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഓർ ടു പ്രൂവ് മീ റോങ് അല്ലെങ്കിൽ പ്രൂവ് എനിബഡി റോങ്, ലെറ്റ്സ് എ ന്യൂ കോച്ച് കം. ആൻഡ് പുള്ളിക്കാരനും ഇതേ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഫൈനലി വി ക്യാൻ അഗ്രി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് ജസ്റ്റ് പ്ലേയേഴ്സ് അലോൺ. എക്സ്പീരിയൻസ് ഒരു ഫാക്ടർ ആയേനെ, കുറെ കൂടെ ഗെയിമിൽ കൺട്രോൾ വന്നേ, കുറെ കൂടെ മെച്ചോറിറ്റി വന്നേനെ എന്നുള്ളൊരു സംശയമില്ല. ബട്ട് അതല്ലാണ്ട് ആ പ്ലേയിങ് ആസ് എ യൂണിറ്റ്, പ്ലേയിങ് ആസ് എ ശൈലി കാണാനില്ല. Petrovic had a fantastic game. Malo Gusto had an excellent game. Caicedo also had a good game. അതല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. സിൽവ ഇല്ലാത്ത സിൽവയുടെ ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങനെ അറുത്ത് മുറിച്ചൊരു പണി കൊടുത്തേനെ. ദിസാസിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അവിടെ നിന്നിട്ട് ഇവിടെ ആയിരുന്നു കളി. പിന്നെ കോൾവിൽ വാസ് ഓൾസോ ആവറേജ്. കോൾവിലിനെയൊക്കെ ഏരിയയിൽ ഡിഫീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻസോ ഫെർണാണ്ടസ്, ഐ ഡിഡ്ന്റ് ഹാവ് എ ഫാന്റാസ്റ്റിക് ഗെയിം. പുള്ളിക്കാരൻ ഒരു മനോഹരമായ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി കളഞ്ഞു. കോൾ പാൽമർ ചില ത്രൂ ബോളുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ക്രിട്ടിക്കൽ മൊമെന്റിൽ ഹീസ് നോട്ട് ഡെലിവറിങ്. അതൊരു കൺസേൺ ആണ്. ജാക്സൺ പണിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ ജാക്സൺ ഈ കളിക്കുന്നത് നല്ലോണം പണിയെടുത്തു. അതിന് ഫിനിഷിംഗിന് ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് ഭാഗ്യം, അവനത് കുളവാക്കേണ്ടി വന്നില്ല. പക്ഷെ അതല്ലാണ്ട് അവൻ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഈ കളിയിൽ. സ്റ്റേർലിംഗ് ആബ്സല്യൂട്ട്ലി വേസ്റ്റ്, അനദർ വേസ്റ്റ് ഗെയിം. എന്നാണ് അവൻ ഇവന്റെ ഒക്കെ കാര്യം പറഞ്ഞ് മടുത്ത്. മുഡ്രിക്ക് വന്നു, എന്തിനോ ആർക്കോ വേണ്ടി വന്നു. എൻകുങ്കും വന്നു, എന്തിനോ വേണ്ടി വന്നു. നോണി മാഡോയൊക്കെ ഇറങ്ങിയ കാര്യം ഞാൻ വിട്ട് തന്നെ പോയി. കോണർ ഗാലഹർ ശരിക്കും പറഞ്ഞാൽ ഹാഡ് എ ഗുഡ് ഗെയിം, ബട്ട് സോറി ബ്രോ, ഗുഡ് ഗെയിം അല്ല ഇത്. യു ഹാവ് ടു ബറി ദോസ് ചാൻസസ്, ദോസ് ക്ലിനിക്കൽ ചാൻസസ് ഒക്കെ ബറി ചെയ്യണം. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഓവറോൾ ഡിസപ്പോയിന്റിംഗ് റിസൾട്ട്. ക്രെഡിറ്റ് ടു ലിവർപൂൾ, ക്രെഡിറ്റ് ടു ക്ലോപ്പ് ഫോർ വാണ്ടിങ് ദാറ്റ് വിക്ടറി. കൺഗ്രാറ്റുലേഷൻ, അത്രേ പറയുള്ളൂ. ഇനി എന്താവോ എന്തോ കണ്ടറിയാം. FA കപ്പ് ഉണ്ട് ഇനി നാളെ ബുധനാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വെളുപ്പിനെ FA കപ്പ് ഉണ്ട്. എന്തോ ആർക്കറിയാം എന്താ കാണിക്കാൻ പോണേ എന്നുള്ളത്. Anyway, do let me know guys your thoughts in the comment section. Thank you so much for watching. Signing off, SK Chelsea Car.